നൈവേദ്യമാക്കൂ ജീവനും നൈവേദ്യമാക്കൂ ജ്വാലാമുഖി നീ ഉണരൂ ആഹാ നീ വന്നോ? കുഞ്ഞമ്പൂന്റെ മോളാ, ബാലന്റെ അനിയത്തി. 5 ഉറുപ്പ്യ കടം വാങ്ങാൻ അവിടെ അമ്മ പറഞ്ഞു വിട്ടതാ. ഞാൻ പറഞ്ഞു നീ വരട്ടെ എന്ന്. സാറേ വലിയ നാണക്കാരിയാ. ബാല, ഞാൻ നിങ്ങളെയൊക്കെ കണ്ട് ഒരു കാര്യം ആലോചിക്കാൻ ഇറങ്ങിയതാ. കാര്യം പറയും. നമ്മുടെ ചാവുണ്ടിക്കാവിലെ കാര്യം, പുനരുദ്ധാരണം. ഇക്കൊല്ലം തെയ്യവും തെറയും ഒക്കെ കൊണ്ടാടണം. ഇവിടെ മനുഷ്യനെ രക്ഷിക്കാൻ ആളില്ല. തെയ്യവും തെറയും കൊണ്ടാടിയിട്ട് എന്താ നേട്ടം? ബാല, രക്തചാമുണ്ടിയാ, വിളിച്ചാ വിളി കേൾക്കും. ഒന്ന് മിണ്ടാണ്ടിരിക്കും കുഞ്ഞിരാമേട്ട. രക്തചാമണ്ടിയല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പാട്ടർ വന്നാലും ഞാൻ എതിർക്കും. പറയുന്നത് മുഴുവൻ നീ കേൾക്ക്. ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുക. നിന്നെ ആ സെക്രട്ടറി ആക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോ സ്ഥാനവും മാനവും വേണമെന്നൊന്നുമില്ല. തെയ്യം ഒരു നാടൻ കലയാ. ആ നിലക്ക് വേണമെങ്കിൽ. ഓന്തുപോലെ ഇത്ര പെട്ടെന്ന് നിർമാറില്ല ബാല. നീ ഭാവിയിൽ ഒരു മന്ത്രിയാവും. നിങ്ങൾ തമാശ നിർത്തി. നമുക്ക് ഒരു പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാം. പിരിവ് തുടങ്ങണ്ടേ? നല്ലൊരു സംഖ്യ നമ്മുടെ ഗോയിന്നൂട്ടി തരും. എന്താ എല്ലാരും കൂടി? ഞങ്ങൾ ഒരു പൊതു കാര്യത്തിന് ഇറങ്ങിയതാ. നമ്മുടെ ചാമുണ്ടിക്കാവിലെ കേട്ടിരിക്കുമല്ലോ, കുറെ നാളായി എല്ലാം മുടങ്ങി കിടക്കുക. ഇക്കൊല്ലം തെയ്യവും തെറയും ഒക്കെ നടത്തിയാ കൊള്ളാമെന്നുണ്ട്. അതേതായാലും നന്നായി. തെയ്യം ഒരു നാടൻ കലയാ. കലയെ, അതായത് നാടൻ കലയെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറ. നാട്ടുകാരിൽ നിന്നും, അതായത് നിങ്ങളെ പോലുള്ള ഉദാരമതികളായ ആളുകളിൽ നിന്നും സംഭാവന ഒഴുകിയാലേ ഞങ്ങളുടെ ഈ സംരംഭം. കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്താൽ മതി. അതെ അതെ. എന്നാച്ചാ ഉത്സവം? 16-ാം തീയതിയാ. എല്ലാരും വരണം കേട്ടോ. ഇക്കൊല്ലം ഗംഭീരമായിരിക്കും. തൽക്കാലം ഇതിരിക്കട്ടെ. വാങ്ങിക്കോ ബാല. ഉപകാരം. അപ്പോ വരട്ടെ. ബാലനുണ്ടോ വീട്ടില്? ഇല്ല. എവിടെ പോയി? അറിയില്ല. ഞാൻ പോട്ടെ. പാട്ട് വളരെ ഇഷ്ടമാണല്ലേ? ഒരു പാട്ട് വെക്കട്ടെ. ഒരു നല്ല ദിവസം നോക്കി ആന്റിയേട്ടൻ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം മുറ പോലെ നീങ്ങണമല്ലോ. ഞാൻ ഈ കാര്യം ഇതുവരെ അവനോട് സൂചിപ്പിച്ചിട്ടില്ല. അവനവളെ ഇഷ്ടപ്പെടുവോ എന്തോ. കോഴിമൂട്ടി പെണ്ണിനെ കണ്ടു കഴിഞ്ഞു. ആഹാ, ആന്റിയേട്ടന്റെ കടയിൽ നിന്നല്ലേ ദിവസവും ചായ കുടിക്കുന്നത്. പിന്നെ പെണ്ണിനെ കാണാതിരിക്കോ? 2-3 ദിവസം മുമ്പ് സുഹാസിനിയുടെ ഫോട്ടോ എടുത്തു ചായക്കടയിൽ വെച്ച്. നേരോ? അപ്പോ അവൻ അവളെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? പൂവമ്പഴം പോലത്തെ പെണ്ണല്ലേ. എങ്കിൽ പിന്നെ ഇനി അധികം താമസിപ്പിക്കാതിരിക്കുന്ന നല്ലത്. അടുത്ത വരവിന് മതിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുന്നത്. അതൊക്കെ ചുമ്മാതെ പറയുന്നതാ. അമ്മ ഇങ്ങനെ ധൃതിപ്പെട്ടാലോ? സമയം ധാരാളം ഉണ്ടല്ലോ. ഒരാഴ്ചക്കുള്ളിൽ ആന്റിയെ വിവരം അറിയിക്കണമെന്നാ അമ്മണി പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച ഉണ്ടല്ലോ, അതിനു മുമ്പ് പറഞ്ഞാ പോരെ? നിന്റെ ഇഷ്ടം. ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അമ്മേ. ആ
നമ്മുടെ രാമപണിക്കരാ തെയ്യം കെട്ടിക്കൊണ്ടിരിക്കുക. തുടങ്ങാറായി, അങ്ങോട്ട് പോയിക്കോളൂ. പിന്നെ തെയ്യത്തിന്റെ ഒരു ഫോട്ടം പിടിക്കണം. ഓ റെഡി. എന്താ ഗോവിന്ദൻകുട്ടിയെ പോവാണോ? ആ പോവാ. ശാരദ വള വാങ്ങുകയാണോ? ആ കറുത്ത വള ശാരദയ്ക്ക് നന്നായി ചേരും. അതെടുക്കൂ. നോക്കൂ, ശാരദയുടെ കൈക്കിട്ട നല്ല ഭംഗിയുണ്ടാവും. അയ്യോ എനിക്ക് വേണ്ട, അമ്മ വഴക്കുറയും. എന്താ വില? ഒരു ഉറുപ്പ്യ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ. വേണ്ട, അമ്മ ഉണ്ടാ വഴക്കു പറയും. ഏട്ടൻ അറിഞ്ഞ എന്നെ കൊല്ലും. ശാരു, ശാരു എന്നോട് വെറുപ്പാണോ? വൈകി അമ്മ വഴക്കു പറയും. ഞാൻ പോട്ടെ. എന്താ നീ എന്താ കുള്ളനോട് പറഞ്ഞത്? എനിക്ക് ഇഷ്ടമുള്ളത് എന്തിനാ അറിയുന്നത്? എനിക്കറിയണം. നോക്ക്, എന്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തിയ ഞാൻ ഏട്ടനോട് പറയും. ശാരദേ, എന്റെ പിന്നാലെ വരുന്ന എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? പോകുന്നുണ്ടോ? നാനുവേട്ടാ, നാനുവേട്ടാ, എന്താ? നാനുവേട്ടന് ഒരു ഗ്ലാസ് പാല് തരട്ടെ? വേണ്ട. നാനുവേട്ടന് തരാൻ ഞാൻ അമ്മ കാണാതെ എടുത്തു വെച്ചതാ. അടുക്കളയിൽ വന്നാ മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. മോരടൻ എന്തിനു കൊള്ളും?